പ്രതിപക്ഷ നേതാവ് സംസാരിക്കുന്നുണ്ട്. പ്രതിപക്ഷ നേതാവിന്റെ എതിർപ്പ് അവഗണിച്ചുകൊണ്ട്, പ്രതിപക്ഷ നേതാവിന്റെ പ്രതിഷേധം അവഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിലേക്ക് എത്തിയിരിക്കുന്നത്. രാഹുൽ, റോഷിക്ക് കാണാൻ കഴിയുന്നുണ്ടല്ലോ അല്ലേ? എവിടെയാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയ്ക്കുള്ളിൽ ഇരിക്കുന്നത്? പ്രതിപക്ഷത്തിന്റെ തന്നെ സൈഡിൽ, എന്നാൽ LDFന്റെ ബ്ലോക്കിന് പുറത്തായിട്ട് ഒറ്റയ്ക്കാണോ ഇരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ? ലോട്ടറി മാഫിയയെ കുറിച്ചുള്ള ആരോപണങ്ങൾ ഞങ്ങൾ ഉയർത്തിയപ്പോൾ 80,000 കോടി രൂപ 4 വർഷം. അരുൺകുമാർ, ഞാൻ നിയമസഭയിലെ മീഡിയ റൂമിലാണ്. അപ്പോൾ നമുക്കിവിടെ ദൃശ്യങ്ങൾ, നിയമസഭാ TV നൽകുന്ന ദൃശ്യങ്ങൾക്ക് അപ്പുറത്തേക്ക് വ്യക്തമല്ല. സഭയ്ക്കകത്ത് പ്രവേശിച്ചു. അത് ഈ പ്രതിപക്ഷ നിരയുടെ അടക്കം പിറകിലാണ് രാഹുൽ മാങ്കൂട്ടത്തിലുള്ളതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങൾ ലഭ്യമാക്കിയില്ല. മീഡിയ റൂമിലേക്ക് ഒരു വൈഡായുള്ള ദൃശ്യങ്ങൾ ഇതുവരെ ലഭ്യമല്ല. ഏതായാലും സഭയ്ക്കകത്തേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രവേശിച്ചു. അല്പസമയത്തകം തന്നെ നമ്മൾ ഒരു വൈഡായുള്ള വിഷ്വൽ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇന്ന് സഭ ചേർന്നതിന് ശേഷം ഇതുവരെ വൈഡായുള്ള വിഷ്വൽസ് സഭാ TVയുടെ ലഭ്യമാക്കിയിട്ടില്ല. അതിനകത്ത് നമുക്ക് സഭയുടെ നേരത്തെ സ്പീക്കറുടെ ഓഫീസ് പറഞ്ഞത് നമുക്കൊപ്പമുണ്ട്. അത്യന്തം നാടകീയമായിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. നോക്കൂ, പ്രതിപക്ഷ നേതാവിന്റെ അനുശോചന പ്രസംഗം, ചരമോപചാര പ്രസംഗം സംപ്രേഷണം ചെയ്യേണ്ടിടത്ത് നമ്മൾ പോലുള്ള മാധ്യമങ്ങളിലടക്കം രാഹുൽ മാങ്കൂട്ടത്തിന്റെ വരവ് ആണ് ഇപ്പോൾ കൊടുക്കുന്നത്. അതും പിണറായി വിജയൻ സംസാരിച്ചു കഴിഞ്ഞ് പ്രതിപക്ഷ നേതാവ് സംസാരിക്കുന്ന സമയത്താണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വരുന്നത്. എന്തുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവിന് അറ്റൻഷൻ കിട്ടാതെ പോകുമെന്ന് നമ്മൾ പറഞ്ഞത്? അത് ഒരിക്കൽ കൂടി സംഭവിച്ചിരിക്കുന്നു. പ്രതിപക്ഷ നേതാവിന്റെ പ്രസംഗം, പക്ഷേ നമ്മൾ പ്രതിപക്ഷ നേതാവിന്റെ പ്രസംഗം കൂടി ഒരു ഫ്രെയിമിൽ കൊടുക്കണം. കാരണം പ്രതിപക്ഷ നേതാവിനെ കേരളം കേൾക്കേണ്ടതുണ്ട്. പ്രതിപക്ഷ നേതാവിന്റെ ദൃശ്യങ്ങൾ ഒരു സൈഡിൽ നമ്മൾ കൊടുക്കും. പ്രതിപക്ഷ നേതാവിന്റെ എതിർപ്പ് അവഗണിച്ചെത്തിയ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ദൃശ്യങ്ങളും നമ്മൾ ഒരു ഫ്രെയിമിൽ തന്നെ കൊടുക്കുന്നുണ്ട്. അതും പ്രതിപക്ഷ നേതാവ് സംസാരിക്കുന്ന സമയത്ത് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ വരുന്നു എന്നുള്ളത് കൂടി പ്രേക്ഷകർ കൂട്ടി വായിക്കേണ്ടതാണ്. പ്രതിപക്ഷ നേതാവ് അങ്ങനെ സ്വാഭാവികമായും എല്ലാ മാധ്യമങ്ങളും രാഹുൽ മാങ്കൂട്ടത്തിന്റെ ദൃശ്യങ്ങൾ പകർത്തും. രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിൽ വരുന്നത് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യും. TV പ്രസാദ്, ആ സമയം കൂടി വളരെ പ്രധാനപ്പെട്ടതാണ്. സഭ സമ്മേളിക്കുന്നതിന് തൊട്ടു മുമ്പോ സഭ സമ്മേളിച്ച് കഴിഞ്ഞിട്ടോ അല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തുന്നത്. പ്രതിപക്ഷ നേതാവ് സംസാരിച്ചു തുടങ്ങുന്നത്, സ്പീക്കർ സംസാരിച്ച് മുഖ്യമന്ത്രി സംസാരിച്ച് തീരാറാകുമ്പോഴേക്കാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിലേക്ക് എത്തുന്നത്. പ്രതിപക്ഷ നേതാവിന്റെ പ്രസംഗം നമ്മൾ സംപ്രേഷണം ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തുന്നു. രാഹുൽ മാങ്കൂട്ടത്തിന് പിന്നാലെ എല്ലാ മാധ്യമങ്ങളും പോകുന്ന സാഹചര്യം ഉണ്ടാവുന്നു, അല്ലേ TV പ്രസാദ്? ൂൽപാലത്തിലൂടെ സഞ്ചരിച്ചാണ് അദ്ദേഹം. ഉറപ്പായും അത് തന്നെയാണ്. അത് വേണമെങ്കിൽ നമുക്ക് കൂട്ടി വായിക്കുകയും ചെയ്യാം. കാരണം VD സതീശന്റെ കടുത്ത എതിർപ്പ് നിലനിൽക്കെയാണ്. VD സതീശനെ വെല്ലുവിളിച്ചുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വരവ് എന്നുള്ളതും ശ്രദ്ധേയമാണ്. 9 മണിക്ക് നിയമസഭാ സമ്മേളനം കഴിഞ്ഞ് 15 മിനിറ്റ് കഴിഞ്ഞ് 16ാമത്തെ മിനിറ്റിലാണ് നിയമസഭയുടെ ഈ പ്രധാന കവാടം കഴിഞ്ഞ് നേമം ഷജീറിന്റെ നേതൃത്വത്തിലുള്ള യൂത്ത് കോൺഗ്രസ് സുഹൃത്തുക്കളുടെ ഒപ്പം ഒരു സ്വകാര്യ ഇന്നോവ കാറിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അകത്തേക്ക് കയറിയത്. ആ സമയത്ത് രാവിലെ തന്നെ ഇവിടെ എത്തിയിരുന്നു എന്നൊരു സൂചന ഉണ്ടായിരുന്നു. തിരുവനന്തപുരത്ത് എത്തിയിരുന്നു, പങ്കെടുക്കും എന്നുള്ളത്. കാരണം അരുൺ, ഇന്ന് ഏറ്റവും അനുകൂലമായൊരു സാഹചര്യമാണ്. ഇന്നിപ്പോൾ പങ്കെടുത്ത് ഇനിയിപ്പോൾ അവധി അപേക്ഷ എഴുതി കൊടുത്ത് വരുന്ന ദിവസങ്ങളിൽ പങ്കെടുത്തില്ലെങ്കിലും പ്രശ്നമില്ല. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത ചരമോപചാരം അർപ്പിച്ച് സംസാരിക്കുന്നതായതുകൊണ്ട് തന്നെ ഒരു തരത്തിലുള്ള പ്രതിഷേധമോ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ വിമർശനമോ ഒന്നും ഇന്ന് നിയമസഭയിൽ ഉണ്ടാകില്ല എന്ന് നന്നായി അറിയാം. അതുകൊണ്ട് തന്നെ ഏറ്റവും അനുകൂലമായ സമയമാണ് ഇന്ന് പങ്കെടുക്കാൻ എന്നുള്ളതാണ്. പക്ഷേ അരുൺ, ഇന്ന് രാവിലെ VD സതീശന്റെ ശരീരഭാഷ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. VD സതീശൻ മാധ്യമങ്ങളെ കാണുന്നതിന് വേണ്ടി തന്നെയാണ് കന്റോൺമെന്റ് ഹൗസിൽ നിന്ന് നടന്ന് ഇവിടെ നിയമസഭയ്ക്ക് തൊട്ടടുത്തുള്ള വികാസ് ഭവനിന് ഇവിടെ ചേർന്നുള്ള റോഡിൽ രാവിലെ പ്രഭാത നടന്നത്. മാത്രമല്ല, അതിൽ പ്രതികരിക്കാനില്ല എന്ന് ശക്തമായി പറയുന്നതോടുകൂടി അതൊരു മെസ്സേജ് ആയിരുന്നു. ഞാനിവിടെ ഉണ്ട് എന്നൊരു മെസ്സേജ് തന്നെയായിരുന്നു യഥാർത്ഥത്തിൽ രാവിലെ കൊടുത്തിരുന്നത്. അതായത് VD സതീശൻ അവസാന നിമിഷം വരെ മുതിർന്ന കോൺഗ്രസ് നേതാക്കളോട് സംസാരിക്കുന്നുണ്ടായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തരുത് എന്നുള്ളത്. രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിയാൽ അത് പ്രതിപക്ഷത്തിന്റെ ആയുധത്തിന്റെ മൂർച്ച കുറക്കുമെന്ന് നിരന്തരം VD സതീശൻ ആവശ്യപ്പെട്ടിട്ടും ആദ്യ ദിവസം, നിയമസഭാ സമ്മേളനത്തിന്റെ ആദ്യ ദിവസം 15 മിനിറ്റ് കഴിഞ്ഞ് പ്രതിപക്ഷ നേതാവിന്റെ തൊട്ടടുത്ത് പ്രത്യേക ബ്ലോക്കായി ഇരിക്കുന്ന സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ വന്ന് കയറുമ്പോൾ പ്രതിപക്ഷ നേതാവ് VD സതീശൻ നിയമസഭയിൽ ചരമോപചാരം അർപ്പിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു. ഇന്നത്തെ വാർത്ത മുഴുവൻ രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് മാറുന്നു എന്നുള്ളതാണ്. സാധാരണഗതിയിൽ ഇന്നത്തെ ദിവസം പ്രതിപക്ഷം ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണങ്ങൾ ചർച്ച ചെയ്യേണ്ടിടത്ത് പൂർണ്ണമായി രാഹുൽ മാങ്കൂട്ടത്തിൽ ആവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നു. ഇത് അനുവദിച്ചുകൂടാ എന്നുള്ളതായിരുന്നു VD സതീശൻ പറഞ്ഞതെങ്കിൽ VD സതീശനെ വെല്ലുവിളിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് രാവിലെ 9:15 ശേഷം നിയമസഭയിലേക്ക് വന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഇനിയിപ്പോൾ ഭരണപക്ഷം ആഗ്രഹിച്ചതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വരവോടുകൂടി പ്രതിപക്ഷ
പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആരോപണങ്ങളുടെ മുന്നിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിലിനെ പറഞ്ഞ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ലൈംഗികാതിക്രമവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രതിരോധമായി ഉയർത്താൻ ഭരണപക്ഷത്തിന് കഴിയും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. മാത്രമല്ല എല്ലാ ചോദ്യത്തിന്റെ മറുപടിയിലും മുതിർന്ന കോൺഗ്രസ് നേതാക്കളോട് ഭരണപക്ഷത്തിന് വേണമെങ്കിൽ ഇത് ഇവിടെ പ്രത്യേക ബ്ലോക്കായി പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടിരിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വാർത്ത മറയ്ക്കാൻ വേണ്ടി പ്രതിപക്ഷം കൊണ്ടുവന്ന ചോദ്യത്തിനുള്ള മറുപടി എന്ന നിലയിൽ പോലും വേണമെങ്കിൽ കൗശലപൂർവ്വം ഭരണപക്ഷത്തിന് മറുപടി നൽകാം. അതൊക്കെ സഭാരേഖയിൽ ഉണ്ടാവുകയും ചെയ്യും, അല്ലേ ടി വി പ്രസാദ്? താൻ ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിൽ ഒരു കറുത്ത അത് തന്നെയാണ് അരുൺ. നേരത്തെ രാവിലെ റഹീസ് റിപ്പോർട്ട് ചെയ്ത് നമ്മൾ കേട്ടതാണ്. അതായത് CPIM-ന്റെ ഇതിലുള്ള ഒരു അടവ് നയം എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലിനെ തടയുക എന്നുള്ളതല്ല. നേരത്തെ KM മാണി നിയമസഭയിലേക്ക് ബജറ്റ് അവതരിപ്പിക്കാൻ വരുമ്പോൾ തടയുന്നത് നമ്മളെല്ലാവരും കണ്ടതാണ്. ആ രീതിയിലുള്ള ഒരു രാഷ്ട്രീയ ഒരു അടവ് നയമല്ല CPIM ഇതിൽ സ്വീകരിക്കുന്നത്. കാരണം ഇതിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിലേക്ക് വരണം. മാത്രമല്ല രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് ഓരോ വിഷയവും എത്തിക്കാൻ വേണ്ടി പ്രത്യേകം ടീമിനെ സജ്ജമാക്കി എന്നുള്ളതാണ്. യുവനിരയിലെ MLA-മാരെ അടക്കം ഓരോ വിഷയം വരുമ്പോഴും അതിൽ രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട ലൈംഗികാതിക്രമ സംഭവങ്ങൾ ഒന്നൊന്നായി സഭയുടെ മുന്നിലേക്ക് എത്തിക്കുന്നതോടുകൂടി പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ നിരയിലെ പ്രഗത്ഭർ ആകെ വെള്ളം കുടിക്കുന്ന നിലയിലേക്ക് സംവിധാനം മാറും എന്നുള്ളതാണ്. ഒരു പ്രത്യേക അടവ് നയം തന്നെയാണ്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിനെ ചെറുക്കുന്നില്ല, എതിർക്കുന്നില്ല. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം ഓരോ പ്രസംഗത്തിലും ആ സഭയിൽ നിലനിർത്താൻ വേണ്ടിയുള്ള വലിയ ശ്രമം അത് ഭരണപക്ഷത്തിൻ്റെ ഭാഗമായി ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അതായത് വരുന്ന ബജറ്റ് സമ്മേളനത്തോടുകൂടി രണ്ടാം പിണറായി സർക്കാരിന്റെ കാലാവധി തന്നെ അവസാനിക്കുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. ഇനി ഇതിനപ്പുറം ഒരു ബജറ്റ് സമ്മേളനം മാത്രമാണ് ബാക്കിയുള്ളത്. ഇത് ഏറ്റവും നിർണായകമാണ്. ഇന്ന് കഴിഞ്ഞ് ബാക്കിയുള്ള 11 ദിവസം എന്നുള്ളത് ഭരണപക്ഷത്തെ അക്ഷരാർത്ഥത്തിൽ വെള്ളം കുടിപ്പിക്കാനുള്ള ഒരു സമയമാണ്. അത്രയേറെ വിഷയങ്ങൾ കേരളത്തിൽ ഉണ്ട്. പ്രസാദ്, ഒന്ന്, രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതിപക്ഷ നേതാവിന്റെ വാക്ക് ധിക്കരിച്ച് സഭയിൽ എത്തിച്ചേരാൻ കാണിച്ച ഒരു ധൈര്യമുണ്ടല്ലോ, അതൊന്ന്. അത് ചില കണക്കുകൂട്ടലുകളോടുകൂടിയാണെന്നാണ് മനസ്സിലാക്കുന്നത്. നമ്മൾ നേരത്തെ ചില കോണുകളിൽ നിന്നുള്ള സൂചന ഇന്ന് സഭയിൽ നാടകീയമായി എത്തി രാജി സമർപ്പിച്ച് മടങ്ങുക എന്നുള്ള ഒരു സാധ്യത, അതിനുള്ള സാധ്യത എത്രത്തോളം ഉണ്ട്? ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതിപക്ഷ നേതാവിന്റെ നിലപാടിലുള്ള അതൃപ്തി കൂടി പരസ്യമാക്കിക്കൊണ്ട് സതീശനെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ഒരർത്ഥത്തിൽ എത്തിയിരിക്കുന്നത്, അല്ലേ? ആ വരവ് പ്രതിപക്ഷ നേതാവ് VD സതീശനെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള വരവാണ് എന്ന് തന്നെ പറയേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനി എങ്ങനെ തുടരാൻ സാധിക്കുമെന്നൊരു ചോദ്യമുണ്ടല്ലോ. കാര്യം CLP ലീഡറായ പ്രതിപക്ഷ നേതാവ് തന്നെ ആ പ്രതിപക്ഷ നേതാവിനെ തള്ളിക്കൊണ്ടാണ് രാഹുൽ സഭയിലേക്ക് എത്തുന്നത്, വെല്ലുവിളിച്ചുകൊണ്ടെത്തുന്നു. ഇനിയിപ്പോൾ രാജി കൊടുത്ത് ഒരു ഇമേജ് ഉണ്ടാക്കാനുള്ള ശ്രമമായിരിക്കുമോ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തുക? അരുൺ, ഒരു പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണത്. ഇനി രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ മുന്നിൽ എന്ത് എന്നുള്ളതാണ്. അതിനേക്കാളും പ്രധാനപ്പെട്ട ചോദ്യമാണ് അരുൺ ഇപ്പോൾ ചോദിക്കുന്നത്. അതായത് VD സതീശന്റെ മുന്നിൽ എന്ത് എന്നുള്ളതാണ്. പ്രതിപക്ഷ നേതാവായി കഴിഞ്ഞ 4-4.5 വർഷക്കാലം എല്ലാ കാര്യങ്ങളും കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് UDF-ന്റെ ചെയർമാൻ എന്ന നിലയിൽ എല്ലാം ഏകോപിപ്പിച്ചുകൊണ്ട് ഏറ്റവും അവസാനം ഗുരുതരമായ ഒരു ലൈംഗികാതിക്രമ ആരോപണം ഉയർന്നു വന്ന തൻ്റെ MLA, ആ MLA ഇനി നിയമസഭയിലേക്ക് വരാൻ പാടില്ല എന്ന നിലപാട് പാർട്ടിക്കുള്ളിൽ അതിശക്തമായി എടുത്തിട്ട് പോലും ആ MLA ഇന്ന് നിയമസഭയിലേക്ക് വന്നു എന്ന് പറയുന്നത് അത് യഥാർത്ഥത്തിൽ VD സതീശന്റെ പരാജയമാണ് എന്ന് രാഷ്ട്രീയ കേരളം വിലയിരുത്തും എന്നുള്ളതാണ്. മാത്രമല്ല രാഹുൽ മാങ്കൂട്ടത്തിലിനെ അനുകൂലിച്ചുകൊണ്ട് പരസ്യമായി രംഗത്ത് വന്ന നേതാക്കൾ അവർ പറയുന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തി എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഇത് വലിയ ചലനങ്ങൾ ഉണ്ടാക്കും എന്ന കാര്യം ഉറപ്പാണ്. ഇത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുത്തു എന്ന് മാത്രം ചർച്ച ചെയ്ത് വിടേണ്ട ഒരു കാര്യമല്ല. കേരളത്തിലെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം VD സതീശനെ ധിക്കരിച്ചുകൊണ്ട് VD സതീശനെ വെല്ലുവിളിച്ചുകൊണ്ട് നിങ്ങൾ വരരുതെന്ന് പറഞ്ഞാലും ഞാൻ വരും എന്ന് പറയുന്ന ഒരു വെല്ലുവിളി ഉണ്ടല്ലോ അരുൺ, ആ വെല്ലുവിളിയാണ് ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ മുന്നോട്ട് വെച്ചത്. അങ്ങനെയാണ് യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ അധ്യക്ഷൻ നേമം ഷജീറിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം സുഹൃത്തുക്കൾക്കൊപ്പം നിയമസഭ തുടങ്ങി 15 മിനിറ്റിന് ശേഷം നിയമസഭയുടെ പ്രധാന കവാടം കയറി ഇങ്ങോട്ടേക്ക് കയറി ചെന്നത്.